നമസ്കാരം. മീനിങ് മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസങ്ങളായി ക്ലോസിംഗ് ടിപ്സിനെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈഗോ ക്ലോസിംഗ് ആണ്. ഈഗോ ഇല്ലാത്ത ആരും തന്നെ ഇല്ലെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതിൽ നല്ല ഈഗോ ഉണ്ട്, ബാഡ് ഈഗോ, ഗുഡ് ഈഗോ ഉണ്ട്, ബാഡ് ഈഗോ ഉണ്ട്. ബാഡ് ഈഗോ നമുക്ക് ആർക്കും ഒരു നല്ല ഗുണത്തിനെത്തുന്ന ഒരു സംഗതിയല്ല, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഗുഡ് ഈഗോ അത് ആവശ്യമാണ്. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് പാടാൻ കഴിവുണ്ട് എന്ന് ചിന്തിക്കുന്നത് അത് ഗുഡ് ഈഗോ ആണ്. അങ്ങനെ പാടാൻ കഴിവുണ്ടെന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പാടാൻ സാധിക്കൂ. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് എനിക്ക് നന്നായി സംസാരിക്കാൻ പറ്റും, എനിക്ക് കഴിയും എന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റൂ. അപ്പോൾ അത് ഗുഡ് ഈഗോ ആണ് എന്ന് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ സംസാരിക്കുന്ന പോലെ, ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്ന പോലെ ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല, ഞാനാണ് ഭയങ്കര ബെസ്റ്റായിട്ട് ചെയ്യുന്നത്, എന്നെ കഴിച്ചിട്ട് വേറെ ഒരാളില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ പാട്ട് പാടുന്നവരാണെങ്കിൽ എൻ്റെ പാട്ടിനോളം പാടാൻ പറ്റുന്ന വേറൊരാളില്ല, എൻ്റെ പാട്ടാണ് ബെസ്റ്റ്, അതിലപ്പുറം ഒരാളില്ല, അത് ബാഡ് ഈഗോ ആണ്. അതായത് ഈഗോ എന്ന് പറഞ്ഞാൽ അഹംഭാവമാണ്. ഈ അഹംഭാവമുള്ള ആൾക്കാർ നമ്മളെ ഈ സമൂഹത്തിൽ നമ്മൾ ചികിത്സ ചെയ്യാൻ പോകുന്ന ഒരു എല്ലാ ദിക്കിലുണ്ട്. അവർക്കെല്ലാം അറിയാവുന്നതിൽ ധാരണ, എല്ലാം അറിയാവുന്നതിൽ ധാരണയില്ലവരെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് നന്നാക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് അത് നമുക്ക് ഒരിക്കലും അവരെ ആ രീതിയിൽ തന്നെ വിട്ടുകളയാനേ പറ്റൂ. അപ്പോൾ ഈഗോ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ സെയിൽസ് ചെയ്യാൻ പോകുമ്പോൾ നമുക്കത് ഉണ്ടാകാൻ പാടില്ല. സെയിൽ ചെയ്യാൻ പോകുന്നവർക്ക് അത് ഉണ്ടാകാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അവർക്കതുണ്ടാവും, പക്ഷേ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും? കൂടുതലും ഈ അഹംഭാവമുള്ള ആൾക്കാർ, ഈ ഈഗോ ഇല്ല ആൾക്കാർ, ഈഗോയിസ്റ്റായിക്ക് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും ഒരു പൊങ്ങച്ചക്കാരായിരിക്കും. അവരെ പൊക്കിയാൽ അവർക്ക് പൊക്കുന്നതൊന്നും മനസ്സിലാവില്ല. അപ്രീഷിയേറ്റ് ചെയ്യുന്നതല്ല അവർ വിചാരിക്കുക. അവരങ്ങനെ സ്വയം അങ്ങനെ വലിയ സംഭവമായിട്ട് ചിന്തിക്കും. അപ്പോൾ അവർ പറയുന്നതിനാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സമ്മതിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, വേറൊരു രക്ഷയില്ല. ആദ്യം സമ്മതിച്ചു കൊടുക്കുക, അതിന് ശേഷം നമ്മൾ അതിനെ മാറ്റിക്കൊണ്ടുവരാം. നമ്മൾ ഒരു കഥയുണ്ട്, ഒരുപാട് നമ്മൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ വരുന്നൊരു കഥയാണ്. എങ്കിലും അത് ഞാൻ നമ്മൾ ഷെയർ ചെയ്യാൻ ഈ അവസരത്തിൽ ഉപയോഗപ്പെടുത്തുകയാണ്. ഒരു കാട്ടിൽ ഒരു കഴുതയും ഒരു പുലിയും കൂടി അടിയായി. കാരണം കഴുത പറയുന്നത് പുല്ലിൻ്റെ നിറം നീലയാണെന്നാണ്. പുലി പറഞ്ഞു പുല്ലിൻ്റെ നിറം പച്ചയാണ്. നീലയാണ് പച്ചയാണ്, നീലയാണ് പച്ചയാണ്. ഇവർ തമ്മിൽ തർക്കമായി അടിയോടെ എടുത്തു. അങ്ങനെ ഇവരെ രാജാവിൻ്റെ മുമ്പിലെത്തി. രാജാവ് ചോദിച്ചു, പുലിയോട് ചോദിച്ചു, എന്താണ് ഈ കഴുതയോട് അടികൂടാനുള്ള കാരണം? അപ്പോൾ പുലി പറഞ്ഞു പുല്ലിൻ്റെ നിറം നീലയാണെന്ന് ഈ കഴുത പറയുന്നു. അപ്പോൾ രാജാവ് പറഞ്ഞു, നീ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് പച്ചയാണെന്ന്. അപ്പോൾ രാജാവ് പറഞ്ഞു, ഭടന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ പുലിക്ക് 10 ചാട്ടവരെ അടി കൊടുക്കും. അടികൊണ്ട് പൊളഞ്ഞ പുലി രാജാവിനെയും ചീത്ത വിളിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് എന്താ പ്രാന്തായോ? ഞാൻ പറഞ്ഞതല്ലേ ശരി, ഈ കഴുത പറഞ്ഞത് നീലാന്നല്ലേ, ഞാൻ പറഞ്ഞത് പച്ചാന്നല്ലേ, ഞാൻ പറഞ്ഞതല്ലേ ശരി. അപ്പോൾ രാജാവ് പറഞ്ഞു, നീ പറഞ്ഞത് ശരിയോ തെറ്റോ എന്നുള്ളതിനല്ല എനിക്ക് അടി കിട്ടിയിട്ടുള്ളത്, നീ ഈ കഴുതയോട് തർക്കിക്കാൻ തന്നതിനാണ് എന്ന് പറഞ്ഞ പോലെ. കസ്റ്റമറെ കഴുതയായിട്ട് കാണരുത്, കസ്റ്റമേഴ്സ് ഗോഡ്, കസ്റ്റമേഴ്സ് കിങ്. പക്ഷേ ഞാൻ പറയുന്നത്, നമ്മൾ അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സമ്മതിച്ചു കൊടുക്കാന്നില്ല എന്ന് ആദ്യം. ഇതിന് വില കൂടുതലാണ് സാറേ, അത് വില കൂടുതലാണ് സാറ് പറഞ്ഞത് കറക്റ്റാണ്, വില കൂടുതലല്ല ഞാൻ പറയുന്നില്ല, പക്ഷെ അതിൻ്റെ ക്വാളിറ്റി കൂടുതലാണ്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഇന്ന് ഫീച്ചേഴ്സ് ഉണ്ട്, അതുകൊണ്ടാണ്. നിങ്ങൾ ഉദ്ദേശിച്ച സാധനത്തിന് വില പോലെ ഇന്ന ഫീച്ചേഴ്സ് ഇല്ല അല്ലേ? ഈ രീതിയിൽ നമ്മൾ പറഞ്ഞ് അവരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം സെയിൽസ് ചെയ്യാൻ. അപ്പോൾ ഈഗോ ഇല്ല ആൾക്കാർക്ക് ആദ്യം സമ്മതിച്ചു കൊടുക്കുക, പിന്നെ അവർ പറഞ്ഞത് അല്ല എന്ന രീതിയിൽ തിരിച്ച് നമ്മളെ വഴിക്ക് തന്നെ അവരെ കൊണ്ടുവന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റും. നിങ്ങൾ ഒറ്റയടിക്ക് അവരെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കേണ്ട, അന്ന് തന്നെ നിങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കേണ്ട. ചിലപ്പോൾ ഈഗോയിസ്റ്റായിട്ടുള്ള ആൾ ആ പറഞ്ഞ സംഗതിയിൽ മറന്ന് പിന്നെ അവർ പാവങ്ങളാണ്. ഈ ഈഗോയിസ്റ്റുകൾ പാവങ്ങളാണ്. അവർ പൊക്കിക്കഴിഞ്ഞാൽ പൊങ്ങുന്നവരാണ്, അവർ സ്വയം പൊങ്ങികളാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുക, അവർ പതുക്കെ നമ്മളെ വഴിക്കേക്ക് കൊണ്ടുവരാൻ നമുക്ക് പിന്നെ ഭാവിയിൽ സാധിക്കും. ഭാവിയിൽ അത് കാരണം നമ്മൾ ഫോളോ അപ്പ് കൃത്യമായിട്ട് ചെയ്യാൻ പഠിക്കേണ്ടതും ചെയ്യേണ്ടതും.
അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഓരോ ടിപ്സും നിങ്ങൾ പ്രാവർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും. നല്ലൊരു ശുഭദിനം നേരുന്നു എല്ലാവർക്കും.